ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചി കേക്കാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മുട്ട, ബീഫ്, സവാള, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുക. കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് കുക്കായതിനു ശേഷം ക്രഷ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നീട് ഒരു കടായി എടുത്ത് അടുപ്പിൽ വെച്ച് കടായി ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്ത് സവാള, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. സവാള ബ്രൗൺ കളറായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ക്രഷ് ചെയ്ത് മാറ്റിവെച്ച ബീഫ് ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ബീഫിലേക്ക് അല്പം മുളകുപൊടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ബീഫ് ഈ പരുവമാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് ഒരു ബൗളിലേക്ക് മുട്ട, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട എടുക്കാം. പിന്നീട് ഡ്രൈ ആയ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്ത് നന്നായി സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം മുട്ട പൊട്ടിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഉണ്ടാക്കി മാറ്റി വെച്ച ബീഫ് മസാല ആഡ് ചെയ്യാം. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി സ്പ്രെഡ് ആക്കി വെക്കണം. പാൻ മൂടി വെച്ചതിന് ശേഷം 1-2 മിനിറ്റ് ഡയറക്റ്റ് ചൂടാക്കി എടുക്കുക. അതിനുശേഷം വേസ്റ്റ് മൂടിയോ അല്ലെങ്കിൽ ദോശക്കല്ലോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പാൻ വെച്ച് 10 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കുക്കായിക്കണോ എന്ന് തുറന്നു നോക്കാം. കുക്കായെന്ന് ഉറപ്പ് വരുത്താൻ അത് തുറന്നു നോക്കിയാൽ പൊന്തി വന്നിട്ടുണ്ടാകും. അതിനുശേഷം മറ്റൊരു ഡ്രൈ ആയ പാൻ എടുത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കുക്കായി വന്ന ഇറച്ചി കേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് മറ്റേ ഭാഗവും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.